രാവിലെ നേരത്തെ അച്ഛൻ വിളിച്ചെടുപ്പിച്ചിട്ട് പറയാൻ അമ്മയ്ക്ക് വയ്യ എനിക്ക് കിടക്കണ്ടെന്നപ്പോ നോക്കുമ്പോ അമ്മയ്ക്ക് പനിയാണ് കേട്ടോ. അമ്മയോട് ഷർട്ടൊക്കെ നല്ല തേച്ചു കൊടുക്കേണ്ട കുട്ടിയായിട്ട്. ഞാൻ പിന്നെ നല്ല ഉത്തമയായ മകളായിട്ട് എന്റെ രാവിലെ തൊട്ടുള്ള പണികൾ മൊത്തം ഞാനാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് അരിയൊക്കെ നല്ല വൃത്തിയായി കഴുകിയിട്ട് ചോറ് വെക്കാനായിട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ചോറ് വെക്കുന്നത്. പിന്നെ എനിക്ക് വിശന്ന ഉച്ചയായിട്ട് ഉച്ചയ്ക്ക് ഞാൻ രാവിലത്തെ ഭക്ഷണം എടുത്ത് കഴിച്ചു. അതുപോലെ തന്നെ അമ്മയ്ക്ക് ചോറും കറിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് പിന്നെ വാല് ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാബേജ് പേര് മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പുളിഞ്ചും കൂടെ ഞാൻ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പുമുളകൊക്കെ കണ്ട് ഞാൻ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഞാൻ രാവിലെ അല്ല വൈകിട്ട് തന്നെ ഞാൻ അല്ലെങ്കിലും അത് ഇങ്ങനെയാട്ടോ. ആവശ്യ സമയത്ത് ഒന്നും പറയാൻ കിട്ടില്ല മര്യാദയ്ക്ക്. അപ്പൊ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തുണിയൊക്കെ എടുത്ത് മടക്കി വെക്കാൻ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലത്തെ തുണിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് പിന്നെ അടുത്ത തുണി സെറ്റ് തിരുമ്പാട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഞാൻ തൊട്ട് നോക്കി ചെറിയ ചൂടൊരു കുറവുണ്ട് കേട്ടോ. ഇപ്പൊ അത് കഴിഞ്ഞ് വീട് ഫുൾ ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ചാർജറിന്റെ വള്ളികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡൈനിങ് ടേബിൾ നോക്കുമ്പോൾ ഫുൾ അലങ്കോലേക്ക് കിടക്കായിരുന്നു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സാധനങ്ങൾ. അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് വൃത്തി ഒതുക്കി വെച്ചൊന്നല്ല കേട്ടോ, വൃത്തിയാക്കി ഒതുക്കി വെച്ചു. അത് ഞാൻ ദിവാങ്കോട്ടൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞ് വിരിച്ചിട്ട് ഞാൻ ഫുള്ളോട് അടിച്ചു വരി തുടയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ. അടിച്ചു വരാൻ വേണ്ടി പോകുമ്പോൾ നോക്കുമ്പോൾ കേട്ടോ സിംഗിൽ കുറച്ച് പാത്രങ്ങൾ കിടക്കണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വൃത്തിക്ക് കഴുകി വെച്ച് നന്നായിട്ട് കൈയൊക്കെ കഴുകിയിട്ട് ഞാൻ പിന്നെ നോക്കുമ്പോൾ ഒടുക്കത്ത മഴയായിരുന്നു കേട്ടോ. ഞാൻ പണിയെടുക്കണ്ടെന്ന് തോന്നുന്നത് നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞ് ഞാൻ ഐസിൽ വേഗം അടിച്ചു വാരി തുടച്ച് പിന്നെയും നോക്കുമ്പോൾ ഒടുക്കത്ത കാറ്റും മഴ കേട്ടോ. നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നേ. മഴയൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞാൻ വേഗം പോയി തുടച്ചിട്ട് കാര്യം നമുക്ക് ഇത് കഴിഞ്ഞ് വിളക്ക് വയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പൊ വേഗം തുടച്ച് വീടൊക്കെ ഒന്ന് വൃത്തിക്ക് ഇങ്ങനെ കണ്ടപ്പോ എന്തൊരു ആശ്വാസം എന്നറിയോ. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ചായ വെക്കാന്ന് വിചാരിച്ചിട്ടോ. ചായ വെച്ചിട്ട് അമ്മനെ നോക്കുമ്പോ അമ്മയ്ക്ക് ചൂട് നന്നായിട്ട് കുറവുണ്ട് കേട്ടോ. അങ്ങനെ ചായയൊക്കെ സെറ്റ് ചെയ്തിട്ട് അമ്മനെ എണീപ്പിച്ച് ഹാളിൽ കൊണ്ടിരുത്തിയിട്ട് ടി വി ഇട്ട് കൊടുത്തിട്ട് ഞാൻ അമ്മയും കൂടി ഇരുന്ന് ഒന്നിച്ച് ചായ കുടിക്കുകയാണേ. ഞാൻ കുറച്ച് പ്രിങ്കിൾസും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്നിരുന്ന് നോക്കുമ്പോൾ സമയം 5:30 ആവാറായിട്ട് കേട്ടോ. അപ്പൊ ഞാൻ വേഗം പോയി കുളിച്ച് വിളക്ക് വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുളിച്ച് വന്ന് ഡ്രസ്സൊക്കെ ഞാൻ തിരുമ്പാൻ കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അമ്മയ്ക്കും ഭസ്മൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത് വിട്ടാണെന്നവരേക്കും ബൈ ബൈ, സീ യു.